ഒന്നാമത്തെ ചോദ്യം, മസ്കിറ്റോ ടെൽസ് എലിഫന്റ് ദാറ്റ് ഹൗ ബിഗ് ഈസ് യുവർ സെൽ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നമുക്കൊരിക്കലും എഗ്രി ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഓർഗാനിസത്തിൻ്റെ സൈസ് കൂടുന്നത് അതിലെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ ഓർഗാനിസം ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ദ സെൽ. ബി ചോദ്യം, പിക്ചർ 1 ആൻഡ് പിക്ചർ 2 തന്നിട്ടുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. പിക്ചർ 1 നമുക്കറിയാം അമീബിയാണ്, പിക്ചർ 2 നമുക്കറിയാം യൂഗ്ലീനിയാണ്. അതിൽ സി ചോദ്യം, വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഓർഗാനിസം? നമുക്കറിയാം ഇറ്റ് ഇസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. ദേ ഹാവ് ഓൺലി വൺ സെൽ. വി കനോട്ട് സീ ദം ത്രൂ അവർ നേക്കഡ് ഐ. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇനി ആക്ടിവിറ്റി 2 ആണ്, വിച്ച് ഫ്രൂട്ട് ഇസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ഫ്രൂട്ട്. അവിടെ ബ്രാക്കറ്റിൽ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ജാക്ക് ഫ്രൂട്ട്, കസ്റ്റാർഡ് ഫ്രൂട്ട്. നമുക്കറിയാം ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് കുറേ ഫ്ലവേഴ്സ് കൂടി ഉണ്ടാകുന്നതാണ്. ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് കസ്റ്റാർഡ് ഫ്രൂട്ടാണ്, ഒരു ഫ്ലവറിൽ നിന്ന് ഉണ്ടാകുന്നത്. സോ ആൻസർ ഇസ് കസ്റ്റാർഡ് ഫ്രൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഗിവൺ ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദർ ഫീച്ചേഴ്സ്. ഗ്രേപ്സ്, മാംഗോ, കസ്റ്റാർഡ് ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, പോളി. ഇവിടെ തന്നിരിക്കുന്ന ഫ്രൂട്ട്സിന് സിമ്പിൾ ഫ്രൂട്ട്, എഗ്രഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, സ്യൂഡോ ഫ്രൂട്ട് എന്നിങ്ങനെ തരംതിരിക്കാം. സിമ്പിൾ ഫ്രൂട്ട്സ് ഗ്രേപ്സ്, മാംഗോ എന്നിവയാണ്. എഗ്രഗേറ്റ് ഫ്രൂട്ട് കസ്റ്റാർഡ് ആപ്പിളാണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട്, പോളിയാൽത്തിയ ഫ്രൂട്ടാണ്. സ്യൂഡോ ഫ്രൂട്ട് ആപ്പിളാണ്. ഇനി ആക്ടിവിറ്റി 3ൽ ഒരു സെല്ലിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ 3 പാർട്സ് ലാബിൽ ചെയ്തിട്ടുണ്ട്. ആ ലാബിൽ ചെയ്ത പാർട്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് വേണ്ടത്. എ എന്ന് ലേബൽ ചെയ്ത പാർട്ട് തന്നിരിക്കുന്നത് സെൽ മെംബ്രെയിൻ ആണ്. ബി എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന പാർട്ട് സൈറ്റോപ്ലാസം ആണ്. സി എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന പാർട്ട് ന്യൂക്ലിയസ് ആണ്. അതിൽ ബി ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ റിഗാർഡിംഗ് ദ സെൽ പാർട്സ് ആൻഡ് ദർ ഫംഗ്ഷൻ. സെൽ പാർട്സും ഫംഗ്ഷനും തന്നിട്ടുണ്ട്. ചില കോളത്തിൽ ഫംഗ്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ചില കോളത്തിൽ സെൽ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നാമത് തന്നിട്ടുണ്ട് കവർ ദ സെൽ, അത് സെൽ മെംബ്രെയിൻ ആണ്. രണ്ടാമത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് സെൻറ്റർ ഓഫ് ദ സെൽ, അത് ന്യൂക്ലിയസ് ആണ്. മൂന്നാമത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത്, ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. സൈറ്റോപ്ലാസം ഹോൾഡ് ദ സെൽ പാർട്ട് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്. ആക്ടിവിറ്റി 4ൽ ഫ്ലവേഴ്സിലെ പാർട്സും അതിൻ്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാഷ് കാർഡ് തന്നിട്ടുണ്ട്. ഫ്ലവേഴ്സിലെ പാർട്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതിലെ ഫംഗ്ഷൻ നമ്മൾ എഴുതണം. നമുക്കറിയാം പെഡിസിലിൻ്റെ ഫംഗ്ഷൻ അറ്റാച്ചസ് ദ ഫ്ലവേഴ്സ് ടു ദ സ്റ്റെം ആണ്. തലാമസിൻ്റെ ഫംഗ്ഷൻ പ്രൊവൈഡ് ദ സീഡ് ഫോർ അതർ പാർട്സ് ഓഫ് ദ ഫ്ലവർ ആണ്. ആൻഡ്രീഷ്യം തന്നിട്ടുണ്ട്, ആൻഡ്രീഷ്യത്തിൻ്റെ ഫംഗ്ഷൻ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. കൊറോളേൻ്റെ ഫംഗ്ഷൻ ഗീവ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ ആണ്. ഇനി അതിൽ ബി ചോദ്യം വരുന്നത്, ഗൈനീഷ്യത്തിൻ്റെ ഒരു പിക്ചർ നൽകിയിട്ടിട്ട് അതിൽ 4 പാർട്സ് ലാബിൽ ചെയ്തിട്ടുണ്ട്. ആ പാർട്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കറിയാം 1 തന്നിരിക്കുന്ന പാർട്ട് സ്റ്റിഗ്മയാണ്, 2 തന്നിരിക്കുന്ന പാർട്ട് സ്റ്റൈലാണ്, 3 തന്നിരിക്കുന്ന പാർട്ട് ഓവറിയാണ്, 4 തന്നിരിക്കുന്ന പാർട്ട് ഒവ്യൂളാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടി. തന്നിരിക്കുന്ന സൊല്യൂഷൻസ് ബട്ടർ മിൽക്ക്, ഷുഗർ സൊല്യൂഷൻ, സേമിയ പായസം, പിക്കിൾ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്നിവയാണ്. നമുക്കറിയാം ഇതിനെ നമുക്ക് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും. ഹോമോജീനിയസ് മിക്സ്ചറിൻ്റെ കീഴിൽ വരുന്നത് നമുക്കറിയാം ഇതിൽ ഏതൊക്കെയാണെന്ന്, ഷുഗർ സൊല്യൂഷനും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുമാണ്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം, ബട്ടർ മിൽക്കും സേമിയ പായസവുമാണ്. ഇനി അതിൽ ബി ചോദ്യമായിട്ട് വരുന്നത്, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം സീ വാട്ടർ. നമ്മളത് പറഞ്ഞതാണ്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവാപ്പറേഷനാണ് പ്രോസസ്സ് വരുന്നത്. സീ വാട്ടറിൽ നിന്ന് സോൾട്ട് വാട്ടർ, അതായത് സീ വാട്ടർ കളക്ട് ചെയ്ത് സോൾട്ട് ഫീൽഡിൽ വെച്ച് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അതിലെ വാട്ടറിന് ഇവാപ്പറേഷൻ സംഭവിക്കും. അതിലെ സോൾട്ട് അവിടെ തന്നെ അതിലെ വാട്ടർ ഇവാപ്പറേറ്റഡ് ആയിപ്പോൾ അപ്പോൾ നമുക്ക് സോൾട്ട് കിട്ടും. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിൻ്റെ പേര് ഇവാപ്പറേഷൻ എന്നാണ്. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ആക്ടിവിറ്റി 6ൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ എ ചോദ്യം, വിച്ച് ഈസ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ വേർ മോളിക്യൂൾസ് ആർ ദ ക്ലോസസ്റ്റ്. നമുക്കറിയാം സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ മോളിക്യൂൾസ് ഏറ്റവും അടുത്തടുത്തുള്ളത് സോളിഡ് സ്റ്റേറ്റിലാണ്. അതിൽ ബി ചോദ്യം, വൈ ഡു ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. നമുക്കറിയാം ഗ്യാസിലും അതുപോലെ തന്നെ ലിക്വിഡിലും മോളിക്യൂൾസ് ആർ ഫാർ അവേ ഫ്രം ഈച്ച് അതർ ആണ്, വളരെ ദൂരത്തിലാണ്. അതുകൊണ്ട് തന്നെ മോളിക്യൂൾസിനും ഗ്യാസിനും ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പില്ല. അതാണ് അവിടെ തന്നിരിക്കുന്നത്. ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് മോളിക്യൂൾസ് ആർ ഫാർ അവേ ഫ്രം ഈച്ച് അതർ, സോ ദേ ഡസ് നോട്ട് ഹാവ് എനി ഡെഫിനിറ്റ് ഷേപ്പ്. അടുത്ത ചോദ്യം, സി ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ പ്യുവർ സബ്സ്റ്റൻസസ്, ഗിവ് എക്സാമ്പിൾസ്. നമുക്കറിയാം പ്യുവർ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ. അതിൽ പ്യുവർ സബ്സ്റ്റൻസിൽ ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾ മാത്രമേ കാണുകയുള്ളൂ. അതിന് എക്സാമ്പിൾസ് ഷുഗർ, സോൾട്ട്, വാട്ടർ, നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്.